അമ്മു സജീവന്റെ മരണത്തിൽ അടിമുടി ദുരൂഹത. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ അമ്മുവിനെ അരമണിക്കൂറിലധികം വൈകിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ തിരുവനന്തപുരത്തേക്ക് അയച്ചതിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ട് 4:30-യോടെയാണ് അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത്. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മുവിനെ അരമണിക്കൂറിലധികം വൈകിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അമ്മു താമസിച്ച ഹോസ്റ്റലിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്റർ മാത്രമാണെന്നിരിക്കെയാണ് ഈ സമയ വ്യത്യാസം. അവിടെയും അവസാനിച്ചില്ല വീഴ്ചകളുടെ തുടർക്കഥ. 5:18-ന് ആശുപത്രിയിലെത്തിച്ച അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത് 6:55-ന്. ഗുരുതരമായി പരിക്കേറ്റ അമ്മു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞത് 1 മണിക്കൂറും 37 മിനിറ്റും. ഇതിനിടയിൽ ഗുരുതരാവസ്ഥയിലുള്ള അമ്മുവിന്റെ എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചെങ്കിലും അതിനും കാലതാമസം നേരിട്ടു. 60 കിലോമീറ്റർ ദൂരമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ എന്തിന് 100 കിലോമീറ്ററിലധികം ദൂരത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെന്ന കാര്യത്തിലും ഇനിയും ഉത്തരം ലഭിക്കാനുണ്ട്. അമ്മുവിനെ കൊണ്ടുപോയ ആംബുലൻസിൽ ആവശ്യത്തിന് സൗകര്യമില്ലായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. എല്ലാ ആരോപണങ്ങളും അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. 24 പത്തനംതിട്ട.